array of structures. When there are more records to process, defining and using separate variables would be a cumbersome job. നമുക്ക് ഒരുപാട് ഡേറ്റയും ഒരുപാട് റെക്കോർഡ്സ് ഒക്കെ പ്രോസസ്സ് ചെയ്യണം. അതായത് ഒരുപാട് ഡേറ്റ വരുവാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വേരിയബിൾസ് ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ അതൊരു വലിയ ജോലിയായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്റ്റെഡ് an array can be defined to include the structure type variable. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഒരു array യൂസ് ചെയ്ത് സ്ട്രക്ചർ ടൈപ്പ് വേരിയബിളിനെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. This array can hold number of records corresponding to the structure variable. അപ്പം സ്ട്രക്ചർ വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെക്കോർഡ്സ് എല്ലാം ഈ arrayയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ array of structures എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? When there are more records to process, defining and using separate variables would be a cumbersome job. ഒരുപാട് റെക്കോർഡ്സ് ഒക്കെ നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ആക്ച്വലി സിമ്പിൾ ആണ്. പ്രാക്ടിക്കൽ കേസിൽ വരുമ്പോൾ വലിയ വലിയ പ്രോഗ്രാംസും ഒരുപാട് റെക്കോർഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കേസിൽ ഇങ്ങനെ ഓരോന്നിനും വേരിയബിൾ എഴുതി ഡിക്ലെയർ ചെയ്യുക, പിന്നെ അതിനെ സെപ്പറേറ്റ് വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്ത് യൂസ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പോഴാണ് നമ്മൾ array of structures യൂസ് ചെയ്യുന്നത്. അതായത് ഒരു array ഡിഫൈൻ ചെയ്യും ഈ സ്ട്രക്ചർ ടൈപ്പ് വേരിയബിൾസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ. എന്നിട്ട് ഈ arrayക്കകത്ത് നമുക്ക് വേണ്ട നമ്പർ ഓഫ് റെക്കോർഡ്സ് എല്ലാം കറസ്പോണ്ടിങ്, അതായത് സ്ട്രക്ചർ വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഈ array ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. അതാണ് array of structures. So to declare an array of structures, you must first declare a structure type and then declare an array variable of that type. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു array, നമുക്കിപ്പോൾ array of structures വേണം ഡിക്ലെയർ ചെയ്യാൻ. അപ്പോൾ array of structures ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഒരു സ്ട്രക്ചർ ടൈപ്പിനെ ഡിക്ലെയർ ചെയ്യണം. എന്നിട്ട് വേണം array വേരിയബിൾ, ആ സ്ട്രക്ചർ ടൈപ്പിലെ array വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ. The most common and beneficial use of structures is in array of structures. ഈ സ്ട്രക്ചേഴ്സിന്റെ ഉപയോഗം ഏറ്റവും ഉപയോഗിക്കുന്നതും ഏറ്റവും ഗുണപ്രദമായിട്ടുള്ളതും നമ്മൾ array of structuresലാണ്. അപ്പം സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള, അതായത് ഏറ്റവും ഗുണം വരുന്നതും നമ്മൾ array of structures ഉപയോഗിക്കുമ്പോഴാണ് ഇതിന്റെ ബെനിഫിറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഇത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? when more records to process, defining and using separate variables would be cumbersome job. അപ്പോൾ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? used when more records are to be processed. നമുക്ക് കൂടുതൽ റെക്കോർഡ്സ് പ്രോസസ് ചെയ്യണമെന്നുള്ളപ്പോഴാണ് array of structures യൂസ് ചെയ്യുന്നത്. So here array is defined to include structure type variables. Arrays defined to include structure type variables. ഈ structure type variablesനെ include ചെയ്യാൻ വേണ്ടി നമ്മൾ array define ചെയ്യും. It is the most common and beneficial use of structures. ഒരു സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രീതിയും ഇതാണ്. array of structuresലാണ് നമ്മൾ സ്ട്രക്ചേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഏറ്റവും ഉപയോഗമുള്ളതും ഇതാണ്. അപ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡിഫൈൻ സ്ട്രക്ചർ ടൈപ്പ് ആൻഡ് ദെൻ ഡിക്ലെയർ array വേരിയബിൾ ഓഫ് ദാറ്റ് ടൈപ്പ്. ഫസ്റ്റ് declare structure type, then declare array variable of that type, then declare array variable of that type.
To declare 100 element array of structure of type student, നമുക്ക് എന്ത് ചെയ്യണം? ഒരു 100 element array of type student. ഒരു array of structure ഉണ്ട്, അതിന് 100 elements ഉണ്ട്, അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റുഡന്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യും? struct ഈ സ്റ്റുഡൻസ് എന്നുള്ള ടൈപ്പില് 100 element array of structures നമുക്ക് ഡിക്ലെയർ ചെയ്യണം. സ്റ്റുഡൻസ് എന്നാണ് ടൈപ്പ്, സ്ട്രക്ചർ ടൈപ്പ് സ്റ്റുഡൻസ് എന്നുള്ള ടൈപ്പില് 100 element array of structures ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും? struct students studinfo 100. അപ്പം ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്നതാണ് സ്ട്രക്ചർ, അത് ആ ടൈപ്പ് വരുന്ന array of structures ആണ് studinfo 100. അതായത് here we have declared 100 element array of structure of type student. ഇവിടെ എന്താണ് 100 element array of structure of type student. ഇപ്പൊ സ്റ്റുഡന്റ് എന്നുള്ള ടൈപ്പിലെ 100 element array of structure ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്? ഡിക്ലെയർ ചെയ്തേക്കുന്നത്. Now, to access a specific structure, the structure name is indexed and will bring the name corresponding to the. അപ്പോൾ നമുക്ക് ഒരു particular സ്പെസിഫിക് സ്ട്രക്ചറിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും? ഇത് നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം? ഇതിൽ ആക്സസ് വരുമ്പോൾ എങ്ങനെയായിരിക്കും? cout studinfo 2.name. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? തേർഡ് സ്ട്രക്ചറിലെ നെയിം പ്രിന്റ് ചെയ്യും. ഈ studinfo എന്നുള്ള array of structures ന് തേർഡ് സ്ട്രക്ചർ ഏതാണോ തേർഡ് സ്ട്രക്ചറിന്റെ നെയിം ആയിരിക്കും പ്രിന്റ് ചെയ്യാം. നെയിം കറസ്പോണ്ടിങ് ടു തേർഡ് സ്ട്രക്ചർ വിൽ ബി പ്രിന്റഡ്. അപ്പൊ തേർഡ് സ്ട്രക്ചറിന്റെ നെയിം എന്താണോ അതായിരിക്കും studinfo 2.name എന്ന് കൊടുക്കുമ്പോൾ പ്രിന്റ് ആയിട്ട് വരുന്നത്. സോ ഇങ്ങനെ നമ്മൾ ആക്സസ് ചെയ്യും, ഇങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്യും. ഇങ്ങനെ ആക്സസ് ചെയ്യുന്നു, ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു. In array of structures, all elements of the array are stored in adjacent memory location. All elements are stored in adjacent memory locations. ഇവിടെ എങ്ങനെയായിരിക്കും? നമ്മൾ array of structures ആണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ എല്ലാ സ്ട്രക്ചേഴ്സ് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ എല്ലാ എലിമെന്റ്സും അടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പോൾ array of structures എവിടെ യൂസ് ചെയ്യുന്നു? ഒത്തിരി ഡേറ്റ array of structures നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഒത്തിരി റെക്കോർഡ്സ് നമുക്ക് ഒന്നിച്ച് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വേരിയബിൾസ് ഡിഫൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴായിരിക്കും array of structures യൂസ് ചെയ്യുക. അപ്പോൾ സ്ട്രക്ചേഴ്സിന്റെ ഉപയോഗം ഏറ്റവും നന്നായി നമുക്ക് വരുന്നത് ഈ array of structuresലാണ്. array of structuresലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും നമ്മൾക്ക് സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നതിന് ഗുണം കിട്ടുന്നതും array of structures യൂസ് ചെയ്യുമ്പോഴാണ്. Now let us write a program. array of structures ഉപയോഗിച്ച് നമുക്കൊരു പ്രോഗ്രാം എഴുതി നോക്കാം. Write a program to input details like roll number, name and marks of 3 subjects relating to n students and to sort the details in descending order of total marks with a suitable output. Write a program to input details like roll number, name and marks of 3 subjects. Roll number, name, marks of
3 subjects relating to n students. And to sort the details in descending order of total marks with a suitable output. ഇതാണ് പ്രോഗ്രാം. നമുക്ക് n സ്റ്റുഡൻസിന് റിലേറ്റ് ചെയ്യുന്ന അവരുടെ റോൾ നമ്പറും പേരും 3 സബ്ജക്റ്റിന്റെ മാർക്കും ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ പലതരം ഡീറ്റെയിൽസ് ആണ് ഓരോ n സ്റ്റുഡൻസിന്റെ നമുക്ക് ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്യും. ഇനി ആ ഇൻപുട്ട് ചെയ്ത ഡീറ്റെയിൽസിനെ നമ്മൾ n സ്റ്റുഡൻസിനുള്ളത്, ഒരു സ്റ്റുഡന്റിന്റെ അല്ല n സ്റ്റുഡൻസിന്റെ ആകുമ്പോൾ നമ്മൾ അറേ യൂസ് ചെയ്യണം. അത് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ടോട്ടൽ മാർക്സിന്റെ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ സൂട്ടബിൾ ഔട്ട്പുട്ട് കൊടുക്കണം. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ പ്രോഗ്രാം. Hash include iostream.h, hash include conio.h, then structure defined here of name stud. Struct stud int roll number char name int marks. മെമ്പർ ഒരു അറേ ആണ്, 3 മാർക്സ് സ്റ്റോർ ചെയ്യാനുള്ള. ഇന്റ് ടോട്ടൽ. സ്ട്രക്ചർ ടൈപ്പ് ഡിഫൈൻ ചെയ്ത് ഇനി നമുക്ക് മെയിനകത്ത് അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ഡിക്ലെയർ ചെയ്താൽ മതിയല്ലോ. void main struct student of 50. struct stud gem ഒരു ടെമ്പററി വേരിയബിൾ വേണം നമുക്ക് സോർട്ട് ചെയ്യാൻ. ഇവിടെ array of structures ആകുമ്പോൾ ഈ ടെമ്പററി വേരിയബിൾ അതുപോലെ തന്നെ സ്ട്രക്ചർ ടൈപ്പ് ആയിട്ട് തന്നെ ഡിക്ലെയർ ചെയ്യണം. int I j max pn. Number of students n ആണെങ്കിൽ you have to first input n. നമുക്ക് ഡീറ്റെയിൽസ് ഇൻപുട്ട് ചെയ്യണം. സോ for I equal to 0, I less than n, I plus plus. Cout, enter name, and the roll number. Scene student I dot name. അത് നമുക്ക് നെയിം ആൻഡ് റോൾ നമ്പർ എന്ന് കൊടുത്തോണ്ട് നെയിം ഇൻപുട്ട് ചെയ്തിട്ട് റോൾ നമ്പർ ഇൻപുട്ട് ചെയ്യാം. Student of I dot roll number.
അപ്പൊ പേരും റോൾ നമ്പറും സ്റ്റുഡന്റിന്റെ ഇൻപുട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതി. ഇനി നമുക്ക് മാർക്ക് ഇൻപുട്ട് ചെയ്യണം, ടോട്ടലും കണ്ടുപിടിക്കണം. 3 സബ്ജക്റ്റിന്റെ മാർക്കാണ് ഇൻപുട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേറൊരു അറേയുടെ ആവശ്യമുണ്ട്. അത് ഇൻപുട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻപുട്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ടോട്ടലും കൂടെ കണ്ടുപിടിച്ച. അപ്പൊ മാർക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് സ്റ്റുഡന്റ് ഐ ഡോട്ട് ടോട്ടൽ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. എങ്കിലേ നമുക്ക് ടോട്ടൽ മാർക്സ് 0 കണ്ടുപിടിക്കണമല്ലോ. അതിനു വേണ്ടി 0 ആയിട്ട് കൊടുക്കാം. Then enter marks of 3 subjects. ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. Enter marks of 3 subjects. For j equal to 0, j less than 3, j plus plus. In student of I dot mark of j. അങ്ങനെ വേണം കൊടുക്കാൻ. marks of 3 അവിടെ mark of j, student of I dot mark of j. ആ മെമ്പർ ഒരു അറയാണ്, അതുകൊണ്ടാണ് അവിടെ പിന്നെ ഒരു ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വന്നത്. Then student of I dot total plus equal to student of I dot j. Student of I dot mark of j. മാർക്ക് എൻ്റർ ചെയ്ത് ടോട്ടൽ കണ്ടുപിടിക്കാനുള്ളതും കഴിഞ്ഞ് ആദ്യത്തെ ഡേറ്റ ഇൻപുട്ട് ചെയ്യാനുള്ള എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇത്ര എന്താ ചെയ്തത്? സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, പിന്നെ മെയിനിനകത്ത് അതിന്റെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. എല്ലാം നമ്മൾ ഇൻപുട്ട് ചെയ്തു, ഡീറ്റെയിൽസ് എല്ലാം ഇൻപുട്ട് ചെയ്ത്, അതായത് പേര്, റോൾ നമ്പറും, n സ്റ്റുഡൻസിന്റെ പേരും റോൾ നമ്പറും 3 സബ്ജക്റ്റിന്റെ മാർക്കും, അതോടൊപ്പം തന്നെ മാർക്ക് ഇൻപുട്ട് ചെയ്തതിന്റെ കൂടെ തന്നെ ടോട്ടലും കൂടെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ പ്രോഗ്രാമിന്റെ ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ്? ഇതിനെ നമുക്ക് സോർട്ട് ചെയ്യണം ഇൻ ഡിസെൻഡിങ് ഓർഡർ ഓഫ് മാർക്സ്. അതായത് വലിയ മാർക്ക് ആദ്യം വരത്തക്ക വിധത്തിൽ നമുക്ക് സോർട്ട് ചെയ്യണം. പ്രോഗ്രാം എല്ലാം നിങ്ങൾ നേരത്തെ ചെയ്ത പോലെയുള്ളൂ, സ്ട്രക്ചർ ആകുമ്പോൾ ഉള്ള ചെറിയ ഫോർമാറ്റിലുള്ള ഡിഫറൻസ്. Now we are going to do sorting. For j equal to 0, j less than n minus 1, j plus plus, max equal to, first നമ്മൾ max ഫസ്റ്റ് എലിമെന്റ് മിന്നു കൊടുത്തതിന് വരെ ഇവിടെ മാക്സ് കൊടുക്കണം ഫസ്റ്റ് എലിമെന്റിന്. അപ്പൊ jth എലിമെന്റിനെ മാക്സ് ആയിട്ട് കൊടുത്തു. നമ്മൾ ബബിൾ സോർട്ട് ആണ് ചെയ്യുന്നത്. സോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് jth എലിമെന്റിനെ മാക്സ് ആയിട്ട് എടുത്തിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ സെലക്ഷൻ സോർട്ട് ആണ് ചെയ്യുന്നത്. മാക്സ് ഈക്വൽ ടു സ്റ്റുഡന്റ് ഓഫ് j ഡോട്ട് ടോട്ടൽ, p is equal to j, temp equal to student of j, temp equal to student of j. ഇനി for I equal to j plus 1, I less than or equal to n minus 1, I plus plus. If എങ്ങനെയാ വരുന്നത്? സ്റ്റുഡന്റ് ഓഫ് I dot total greater than max. മാക്സിനേക്കാളും കൂടുതലാണ് സ്റ്റുഡന്റ് ഓഫ് I dot total എന്ന് ചെക്ക് ചെയ്യണം. ആണെങ്കിൽ എന്ത് ചെയ്യണം?
max will be equal to student of I dot total, then P will be equal to I, temp will be equal to student of I, student of I, temp will be equal to student of I. temp എന്ന് പറയുന്നത് സ്ട്രക്ചർ വേരിയബിൾ ആണ്. അവിടെ നമ്മൾ വേറെ ഈ സ്റ്റുഡന്റ് എന്നുള്ള സ്ട്രക്ചർ വേരിയബിൾ എലിമെന്റ്സിനെ എല്ലാം ടെമ്പിലോട്ട് കയറ്റുന്നു. അതിന്റെ കണ്ടന്റ്സ് എല്ലാം ടെമ്പ് എന്നുള്ള സ്ട്രക്ചറിലോട്ട് കോപ്പി ചെയ്യുന്നു. രണ്ടും സെയിം ടൈപ്പ് സ്ട്രക്ചർ വേരിയബിൾസ് ആണ്. then student of P equal to student of J, then inner loop കഴിഞ്ഞ് വെളിയിൽ വന്ന് അപ്പോൾ സ്റ്റുഡന്റ് ഓഫ് P equal to student of J and student of J is equal to 10. ഇത് ക്ലോസ് ചെയ്തു, I ക്ലോസ് ചെയ്തു, J ക്ലോസ് ചെയ്തു. then ഔട്ട്പുട്ട്, ഇൻപുട്ട് കഴിഞ്ഞ് സോർട്ടിങ് കഴിഞ്ഞ് ഇനി ഔട്ട്പുട്ടിനകത്ത് എന്താണ് നമ്മൾ സൂട്ടബിൾ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സൂട്ടബിൾ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യാം? സോർട്ടഡ് അറേ പ്രിന്റ് ചെയ്യാം. സൂട്ടബിൾ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ സോർട്ടഡ് അറേ അങ്ങ് പ്രിന്റ് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? cout /n sorted list /n for I equal to 0, I less than n, I plus plus. cout student of I dot roll number student of I dot roll number /t student of I dot name /t student of I dot mark of 0 student of I /t student of I dot mark of 1 /t student of I dot മാർക്ക് ഓഫ് 2. അത് നമ്മൾ ലൂപ്പ് കൊടുക്കാതെ അങ്ങ് പ്രിന്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ലൂപ്പിന്റെ ആവശ്യമില്ല. 3 എലമെന്റ് 3 മാർക്സ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഡയറക്റ്റ്ലി അങ്ങ് പ്രിന്റ് ചെയ്തു. /t സ്റ്റുഡന്റ് ഓഫ് I ഡോട്ട് ടോട്ടൽ. ഇത്രയും പ്രിന്റ് ചെയ്യുന്നു. പ്രോഗ്രാം നമ്മൾ ക്ലോസ് ചെയ്യുന്നു. മെയിൻ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇത് 3 പാർട്ട് ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാമിന്. ഒരു സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് വരുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. കാരണം n നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഒരുമിച്ച് സ്റ്റോർ ചെയ്യേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്തു? അതിനെല്ലാം ഇൻപുട്ട് ചെയ്തു. നമ്മൾ മെയിനിനകത്ത് സ്ട്രക്ചർ അറേ ഓഫ് സ്ട്രക്ചർ എന്നുള്ള സ്ട്രക്ചർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ഇൻപുട്ട് ചെയ്തു. ഇൻപുട്ട് ചെയ്യുമ്പോൾ
മാർക്ക് ആ മാർക്സ് എന്ന് പറയുന്നത് 3 സബ്ജക്റ്റിന്റെ മാർക്ക് വേണം. അതുകൊണ്ട് മാർക്ക് എന്നുള്ള മെമ്പർ നമ്മൾ എങ്ങനെയാ ചെയ്തത്? ഒരു അറേ ആയിട്ട് തന്നെ കൊടുത്തു. അപ്പൊ അതിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി വേറൊരു ലൂപ്പ് അതിനകത്ത് യൂസ് ചെയ്തു. അത് നമ്മൾ ലൂപ്പ് ഉപയോഗിച്ചാണ് എലിമെന്റ്സ് അറേ വേരിയബിൾസ്, അതായത് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എല്ലാം ഇൻപുട്ട് ചെയ്യുന്നത് അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ആയിട്ട് ലൂപ്പ് ഉപയോഗിച്ചാണ്. അതിൻ്റെ അകത്ത് വേറെ ഒരു ലൂപ്പ് കൂടെ ഉപയോഗിച്ചാണ് മാർക്സ് ഇൻപുട്ട് ചെയ്തത്. മാർക്സ് ഇൻപുട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ ടോട്ടലും കണ്ടുപിടിച്ചു. അപ്പോൾ ഫസ്റ്റ് പാർട്ട്, അതായത് ഇൻപുട്ടിങ് ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞു, ടോട്ടലും കണ്ടുപിടിച്ചു. ഈ കണ്ടുപിടിച്ച ടോട്ടലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അറേ എങ്ങനെ സോർട്ട് ചെയ്യണം? ഡിസെൻഡിങ് ഓർഡർ ഓഫ് ടോട്ടൽ അനുസരിച്ച് സോർട്ട് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് പാർട്ട് സോർട്ടിങ്, സെലക്ഷൻ സോർട്ടിങ് ആണ് ചെയ്തത്. സോർട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ലാസ്റ്റ് നമ്മൾ സോർട്ടഡ് അറേ ഓഫ് സ്ട്രക്ചേഴ്സിനെ പ്രിന്റ് ചെയ്തു. സോ ഇങ്ങനെയാണ് അറേ ഓഫ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്ത് പ്രോഗ്രാം എഴുതുന്നത്.